അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. വലിയ ഒരു സന്തോഷകരമായൊരു വീഡിയോ ആണ് കാണാൻ സാധിച്ചത്. വലിയ സന്തോഷമായി. കാരണം ഒരു മഹല്ല് കമ്മിറ്റി ഒരു തീരുമാനം എടുത്തു എന്ന് മാത്രമല്ല, അത് നടപ്പിൽ കൊണ്ടുവന്ന ഒരു ശൈലിയാണ് എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയത്. കാരണം ഒരു വിവാഹ വിവാഹവുമായി വരുന്ന ആ ചെറുപ്പക്കാർ, അതായത് പുതിയാപ്പിളക്ക് എന്തും തോന്നിവാസം ചെയ്യാമെന്നായിരുന്നു. ഇപ്പോൾ അതിനൊന്നും, കാരണം ഈ അടുത്ത് കണ്ണൂരിൽ നടന്ന ഒരു വിവാഹത്തിന് വേണ്ടി ഒരു പുതിയാപ്പിള തനിക്ക് തോന്നിയതുപോലെ ആഡംബരമായ ആഭാസങ്ങളുമായി വരുമ്പോൾ ആ മഹല്ല് കമ്മിറ്റി അതിനെ തടയുകയും ചെയ്ത അത്ഭുതകരമായ ഒരു രംഗമായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു സംഭവമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ റഅ മുൻകറൻ ഫല്യുഗയ്യിർ ബിയദിഹി. ഒരു തിന്മ കാണുമ്പോൾ അത് കൈകൊണ്ട് തടയണമെന്നാണ്. നമ്മുടെ നാട്ടിൽ എത്ര കല്യാണത്തിന് നാം പോകുന്നുണ്ട്, എത്ര തിന്മകളാണ് നാം കാണുന്നത്. അതിനെതിരെ ഒന്നും സംസാരിക്കാൻ പോലില്ല. അൽഹംദുലില്ലാഹ്, ഈ കമ്മിറ്റിക്കാർ ആഭാസങ്ങളുമായി മരുമകൻ വീട്ടിൽ വരുമ്പോൾ അത് തടയുകയും അതിനെതിരെ ശക്തരായി നിലകൊള്ളുകയും ചെയ്തു. അതാണ് വലിയ സന്തോഷിപ്പിച്ചത്. ഇതുപോലെ വേണം ഓരോ കമ്മിറ്റി മഹല്ലുകൾ. മുത്തായ റസൂൽ പറഞ്ഞങ്ങനെ, മൻ റഅ മുൻകറൻ ഫല്യുഗയ്യിർ ബിയദിഹി. ഒരു തിന്മ കണ്ടാൽ ആ തിന്മയെ തടയണമെന്നായിരുന്നു മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ബിയദിഹി, നിന്റെ കൈ കൊണ്ട്, ഫഇല്ലം യസ്തതി, നിനക്ക് സാധ്യമല്ലെങ്കിൽ ഫബിലിസാനിഹി, നാവ് കൊണ്ട് തടയണമെന്നാണ്. അതിനും സാധ്യമല്ല എങ്കിൽ ബിഖൽബി, ഹൃദയം കൊണ്ടെങ്കിലും തടയണം. ഒരു നാട്ടിൽ ഒരു തിന്മ നടക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കാതെ മിണ്ടാതിരുന്നാൽ ഭരിക്കുന്നതിന് മുമ്പ് അവരെ ശിക്ഷിക്കപ്പെടുമെന്ന് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അൽഹംദുലില്ലാഹ്, ഈ മഹല്ല് കമ്മിറ്റി ഒരു തിന്മ കാണുമ്പോൾ ആ തിന്മക്കെതിരെ ശക്തമായി അവർ എതിർക്കുകയും ആ തിന്മയെ തടയുകയും ചെയ്തു. ഇത് ഓരോ മഹല്ല് കമ്മിറ്റിയിലും നടക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ ശക്തരായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരു നാട്ടിൻ്റെ മഹല്ല് കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു സുപ്രീമാണ്. അൽഹംദുലില്ലാഹ്, ചില നാടുകളിലൊക്കെ പോകുമ്പോൾ വലിയ സന്തോഷമുണ്ട്. പിന്നെ നാം ജോലി ചെയ്യുന്ന മഹല്ലത്തൊക്കെ അൽഹംദുലില്ലാഹ് നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. തീർച്ചയായും ഇത് വളരെ അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഓരോ മഹല്ല് തലത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ ശക്തരായി നമുക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. എന്നെ വലിയ സന്തോഷപ്പെടുത്തി. കാരണം ചില നാട്ടിലൊക്കെ ഒരു തീരുമാനം എടുക്കും, തീരുമാനം എടുത്തതിന് ശേഷമോ അത് പിന്നെ നിലപ്പിലൊന്നും കൊണ്ടുവരില്ല. ഇതങ്ങനെയല്ല. തീരുമാനം എടുത്തും നന്മക്കെല്ലാത്തിനും നാം സഹകരിക്കണം. തിന്മ എവിടെ വരുന്നുണ്ടോ അതിനെതിരെ ശക്തരായി നാം മുന്നോട്ട് നീങ്ങുകയും വേണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആ മഹല്ല് ഭാരവാഹികൾക്ക്, കമ്മിറ്റികൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ്, അല്ലാഹു ആരോഗ്യം നൽകട്ടെ. ആഭാസങ്ങളുമായി വരുന്ന ആരുണ്ടോ അവർക്കെതിരെ ശക്തരമായി നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ, കാരണം ഈ ദീനിയായ ദഅവത്ത്, തിന്മയെ തടയുക എന്നുള്ളത് ചില ആളുകളുടെ ഒരു ധാരണ ഉണ്ട്, അത് ഉസ്താദന്മാരുടെ ഒരു ദൗത്യമാണ് എന്ന്. അല്ല, കുല്ലുക്കും റായി വ കുല്ലുക്കും മസ്ഊലൻ റഅയ്യതി, അത് എല്ലാവരുടെ ഉത്തരവാദിത്യമാണ്. അവരവരുടെ ഉത്തരവാദിത്യം നാം നിർവഹിക്കുമ്പോൾ തിന്മ കാണുമ്പോൾ മൻ റഅ മുൻകറൻ ഫല്യുഗയ്യിർ ബിയദിഹി, ഉസ്താദുമാർ കണ്ടെങ്കിൽ മാത്രം തടയുക എന്നാ? അങ്ങനല്ലല്ലോ. ആര് കാണുന്നുണ്ടോ അതിനെ തടയുക എന്നാണ്. കാരണം പറയുന്നത് കുന്തും ഖൈറു ഉമ്മ, നിങ്ങൾ ഉത്തമ സമുദായം, ഉന്നത സമുദായം, മറ്റു സമുദായത്തേക്ക് മാതൃകയായിട്ടാണ് നിങ്ങൾ അയക്കപ്പെട്ടത്. ഉഖ്രിജ്ത ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ്, എന്തുകൊണ്ട് നിങ്ങൾ ഉത്തമ സമുദായം എന്ന് പറയുന്നു? നിങ്ങൾ നല്ലത് കൽപ്പിക്കുന്നവരാണ്, തിന്മയെ വിരോധിക്കുന്നവരാണ്, തുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ് എന്നാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ നാട് എല്ലാ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ. അൽഹംദുലില്ലാഹ്, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മഹല്ല് കമ്മിറ്റി എടുത്ത തീരുമാനം വലിയ സന്തോഷമായി അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.